നമുക്ക് ഇമാം അബുൽ ലൈത്ത് സമർഖന്ദി റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് എടുത്തുദ്ധരിച്ച ഒരു ചരിത്രം കാണാം. ഷാമിലുണ്ടായിരുന്ന ഒരു യഹൂദി, അദ്ദേഹം തൗറാത്ത് എടുത്ത് വായിച്ചു. ശനിയാഴ്ച ദിവസം അവർക്കൊരു പുണ്യദിനമാണ്. നമുക്ക് വെള്ളിയാഴ്ച ദിവസം വലിയ പുണ്യദിനമാണ്. അന്ന് ഖുർആൻ ഓതുന്നതിന്, അന്ന് അൽ കഹ്ഫ് ഓതുന്നതിന്, അന്ന് സദഖ ചെയ്യുന്നതിന്, അന്ന് സൽക്കർമ്മം ചെയ്യുന്നതിന് വലിയ പ്രത്യേകതയുണ്ട്. സാധാരണ ദിവസം പോലെയല്ല വെള്ളിയാഴ്ച. അതേസമയത്ത് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുണ്യദിനമായി അവർ തിരഞ്ഞെടുത്തിരുന്നത് ശനിയാഴ്ചയാണ്. അവർക്ക് നേരത്തെ വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കാമായിരുന്നു, പക്ഷേ അവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അതേപോലെ നസ്രാനികൾ ഞായറാഴ്ചയാണ് തിരഞ്ഞെടുത്തത്. അവർക്കും വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു, അവർക്കതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ആ ഭാഗ്യം ലഭിച്ചത് ഈ ഉമ്മത്തിനാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നമ്മൾ പിന്നീട് വന്ന ആളാണെങ്കിലും നമ്മളുടെ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം യഹൂദികൾക്കും അതിൻ്റെ പിറ്റേ ദിവസം നസ്രാനികൾക്കും അങ്ങനെയാണ് പുണ്യദിനമായി കരുതപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളാണ്. അല്ലാഹു തആല നമുക്ക് ചെയ്തൊരു അനുഗ്രഹമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ശനിയാഴ്ച ദിവസം അദ്ദേഹം തൗറാത്ത് മറിച്ചു നോക്കി ഒരു ദിവസം. അപ്പോൾ അവിടെ 4 സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങൾ പറഞ്ഞതായി കണ്ടു. അത് അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, തങ്ങളുടെ അനുയായികളോട് ഏറ്റവും വലിയ ശത്രുത വെക്കുന്ന വിഭാഗമാണ് യഹൂദികൾ. അദ്ദേഹം തന്നെ പറയാണ്, ഞാനത് 4 സ്ഥലത്ത് ഞാനത് കണ്ടപ്പോൾ ഫഖതഅഹാ വഹറഖഹാ, അതിനെ അദ്ദേഹം കീറിക്കളഞ്ഞു, എന്നിട്ട് കരിച്ചു കളഞ്ഞു. അങ്ങനെ അടുത്ത ശനിയാഴ്ച അദ്ദേഹം വീണ്ടും തൗറാത്ത് മറിച്ചു. അപ്പോൾ അദ്ദേഹം തൗറാത്തിൽ 8 സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള വിവരണം കണ്ടു. അപ്പോൾ അദ്ദേഹം ഒന്നുകൂടി ചൂടായി. അതും അദ്ദേഹം കീറിക്കളഞ്ഞു, അതേപോലെ കരിച്ചു കളഞ്ഞു. പിന്നെ 3-ാമത്തെ ശനിയാഴ്ച അദ്ദേഹം തൗറാത്ത് മറിച്ചു. അപ്പോൾ 12 സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുന്നതായി കണ്ടു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഞാനിനി ഇതും കീറിയാൽ, ഞാൻ പിന്നീട് തൗറാത്ത് മറിച്ചു നോക്കിയാൽ തീർത്തും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ ആയി പോകുമോ എന്ന് അദ്ദേഹം പറഞ്ഞുപോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആൾക്കാരോട് പോയി ചോദിച്ചു, ആരാണ് ഈ മുഹമ്മദ്? ഇങ്ങനൊരു മുഹമ്മദിനെ പരിചയപ്പെടുന്നുണ്ടല്ലോ തൗറാത്തിൽ, ആരാണ് ഈ മുഹമ്മദ്? അപ്പോൾ യഹൂദികളിലെ നേതാക്കളൊക്കെ പറഞ്ഞു കൊടുത്തു, കദ്ദാബുൻ ഖൈറുൽ ലക അല്ലാ തറാഹു വലാ യറാക്. അദ്ദേഹം ശുദ്ധമായ കളവ് പറയുന്ന ഒരാളാണ്. നീ അദ്ദേഹത്തെ കാണാതിരിക്കുകയും നിന്നെ അദ്ദേഹം കാണാതിരിക്കുകയും ചെയ്യുന്നതാണ് നിനക്ക് ഉത്തമം. സുബ്ഹാനല്ലാഹ്, പച്ചക്കള്ളം അവർ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കളവ് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ കളവ് പറയുമെന്ന ഒരു ധാരണ പോലും, ഏതെങ്കിലും ഒരു കാലത്തൊരു കളവ് പറയുമെന്ന ധാരണ പോലും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കുട്ടിക്കാലം മുതലേ കഴിച്ചുകൂട്ടിയ നബി തങ്ങളുടെ കഠിന ശത്രുവായിരുന്ന അബൂ സുഫിയാൻ പറഞ്ഞത്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്നെ ആ പറച്ചിലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് കിട്ടിയ മറുപടി അതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബിഹഖി തൗറാത്തി മൂസാ നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട തൗറാത്ത് എന്ന ഗ്രന്ഥത്തെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് പറയുന്നു, ലാ തംനഉനി മിൻ സിയാറത്തി, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് വിസിറ്റ് ചെയ്യണം, അതിന് നിങ്ങൾ തടയാൻ പാടില്ല. ഫഅദിനു ലഹു, അപ്പം ഞങ്ങൾക്ക് നിർബന്ധമാണ്, പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വാഹനപ്പുറത്ത് കയറി. അങ്ങനെ രാത്രിയും പകലുമൊക്കെ അദ്ദേഹം യാത്ര ചെയ്ത് മദീനയുടെ സമീപത്തെത്തിയപ്പോൾ ആദ്യമായി അദ്ദേഹത്തെ എതിരേൽക്കുന്നത് സൽമാൻ റളിയല്ലാഹു അൻഹു ആണ്. സൽമാൻ റളിയല്ലാഹു അൻഹു നല്ല ഭംഗിയുള്ള ആളാണ്. അദ്ദേഹം പെട്ടെന്ന് വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് നല്ല ഭംഗിയുള്ള ആളാണെന്നും നബി തങ്ങളുടെ ശാരീരികമായ പ്രത്യേകതകളുമൊക്കെ തൗറാത്തിലുണ്ടല്ലോ.
അപ്പൊ അദ്ദേഹം പെട്ടെന്ന് വിചാരിച്ചു ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് വിചാരിച്ചു. വാസ്തവത്തിൽ അതിൻ്റെ 3 ദിവസം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയിരുന്നു. അപ്പോൾ അദ്ദേഹം ആ നിലയ്ക്ക് സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് പെരുമാറിയപ്പോൾ ഫബക്കാ സൽമാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. എന്നിട്ട് പറഞ്ഞു, ഞാനല്ല മുഹമ്മദ് നബി, അന അബ്ദുഹു, ഞാൻ മുഹമ്മദ് നബിയുടെ ഒരു അടിമയാണ്, ഭൃത്യനാണ്, ഞാനൊരടിമയാണ്. നമ്മൾ സാധാരണയായി സറഫൽ അനാമ ചൊല്ലുമ്പോൾ അബ്ദുക്കൽ മിസ്കീനു യർജു ഫളകൽ ജമ്മൽ ഗഫീറു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങയുടെ അടിമയാണ് ഞാൻ എന്ന് പറയാറുണ്ട്. അതേ, താഴ്മയുടെ വാക്കാണ്. അന അബ്ദുഹു, ഞാൻ അടിമയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഐന ഹുവ, ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ്? അപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആലോചിച്ചു, ഞാനിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ നബി തങ്ങൾ ഇപ്പോഴും ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞാലോ ഞാൻ കളവ് പറഞ്ഞവനായി പോവുകയും ചെയ്യും. അപ്പം ഞാൻ 2 മറുപടിയും പറയാതെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, തഅൽ മഈ ഹത്താ തദ്ഖുല അലാ അസ്ഹാബിഹി, നിങ്ങൾ എൻ്റെ കൂടെ വരൂ, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യന്മാരെ നമുക്ക് പോയി കാണാം. അങ്ങനെ അദ്ദേഹം എൻ്റെ കൂടെ വന്നു. അങ്ങനെ പള്ളിയിൽ കയറിയപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളൊക്കെ 3 ദിവസം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനുള്ള ദുഃഖത്തോടുകൂടി അവിടെ കൂടുകയാണ്. യഹൂദി കയറി വന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന നിലക്ക് അദ്ദേഹം കയറി വന്ന ഉടനെ ഒരൊറ്റ സലാം ചൊല്ലാണ്, അസ്സലാമു അലൈക യാ മുഹമ്മദ്, ഓ മുഹമ്മദേ അസ്സലാമു അലൈക എന്ന് സലാം ചൊല്ലി. അദ്ദേഹത്തിന്റെ ധാരണ ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സഹാബികൾ മുഴുവനും പള്ളിയിൽ വെച്ച് എല്ലാവരും വിങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ അതിരറ്റ് സ്നേഹിച്ചവരാണല്ലോ അവിടുത്തെ സഹാബത്ത്. ആ സഹാബത്തിന്റെ സ്നേഹം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സ്നേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് ഉറ്റി വീഴുന്ന വെള്ളം വദുവെടുക്കുന്ന സമയത്ത് നിലത്ത് വീഴാൻ അനുവദിക്കാതെ കാദു യഖ്തതിലൂന അലാ വദൂഇ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ലഭ്യമാകാൻ വേണ്ടി അവർ ഉന്തും തിരക്കും കൂട്ടി ചണ്ട കൂടാൻ അടുത്താകാറുണ്ടെന്നാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളത്. കിട്ടുന്നവരൊക്കെ അത് തൊട്ട് പുരട്ടും. ഇനി ആർക്കെങ്കിലും ഡയറക്റ്റ് കിട്ടിയില്ലെങ്കിൽ യഖുദു മിൻ ബലലി അഖൈഹി, കിട്ടിയവന്റെ കയ്യിൽ നിന്ന് തൊട്ട് പുരട്ടും. ആ വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുകയും നബി തങ്ങളെ കൊണ്ട് ബറക്കത്തെടുക്കുകയും ചെയ്തവരാണ് സഹാബത്ത്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് വിളിച്ചുകൊണ്ട് അദ്ദേഹം സലാം പറഞ്ഞപ്പോൾ പള്ളി മുഴുവനും കരച്ചിലായി പോയി. അദ്ദേഹത്തോട് അവർ ചോദിച്ചു, ഞങ്ങളുടെ മുറിവ് വീണ്ടും നീ മുറിപ്പെടുത്തിയല്ലോ, നീ നാട്ടുകാരനല്ലേ, എന്താണ് നീ ഇങ്ങനെ ചെയ്യാൻ കാരണം? അപ്പോൾ അമാ അലിംത അന്നഹു മാത മുൻ 3 അയ്യാം, 3 ദിവസം മുമ്പ് അവിടുന്ന് വഫാത്തായ വിവരം നീ അറിയില്ലേ? അത് കേട്ടപ്പോൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് തൗറാത്തിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് അവിടുത്തെ സ്നേഹിച്ചുകൊണ്ട് കാണാൻ വേണ്ടി വന്ന ആ യഹൂദി ഉറക്കെ അങ്ങ് നിലവിളിച്ചു, ഫസാഹ വഖാല വഹസ്ന, എൻ്റെ ദുഃഖം, വാദിയ സഫരി, എൻ്റെ യാത്ര പാഴായല്ലോ, യാ ലൈത ഉമ്മീ ലം തലിദിനി, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലെങ്കിൽ തരക്കേടില്ലായിരുന്നു, വലൈതഹാ വലദത്തിനി വലം അഖ്റഇ തൗറാ, അവർ എന്നെ പ്രസവിച്ച സ്ഥിതിക്ക് ഞാൻ തൗറാത്ത് വായിച്ചില്ലെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. വൈദാ ഖറഅതുഹാ ലം അജിദ് നഅതഹു, അതേ തൗറാത്ത് വായിച്ച ഞാൻ നബിയുടെ സവിശേഷതകൾ തൗറാത്തിൽ കണ്ടില്ലെങ്കിൽ തരക്കേടില്ലായിരുന്നു. വൈദാ വജത്തുഹു ലൈതനീ റഅയ്തുഹു, അവിടുത്തെ മഹത്വവും സവിശേഷതയുമൊക്കെ
തൗറാത്തിൽ കണ്ട സ്ഥിതിക്ക് എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ തരക്കേടില്ലായിരുന്നു. അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയുകയാണ്. പിന്നീട് അദ്ദേഹം ചോദിച്ചു, അലിയുൻ ഹുനാ യസിഫു ലീ നഅതഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷതകൾ എനിക്കൊന്ന് വിവരിച്ചു തരാൻ ഈ കൂട്ടത്തിൽ അലി ഉണ്ടോ എന്നൊരു ചോദ്യം ആ യഹൂദി ചോദിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ സംബന്ധിച്ചും ആ യഹൂദി തൗറാത്ത് വായിച്ചു പഠിച്ചിട്ടുണ്ട്. സഹാബത്തിനെ സംബന്ധിച്ച് തൗറാത്തിൽ വിവരിച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അലി നിങ്ങളെ കൂട്ടത്തിലുണ്ടോ എന്നാണ് ആ യഹൂദി ചോദിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, ഉണ്ട്. ഫഖാല നഅം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മസ്മുക, നിങ്ങളുടെ പേരെന്താ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലി. അപ്പൊ പറഞ്ഞു, ഇന്നി വജദ്തു ഇസ്മക ഫി തൗറാത്ത്, തൗറാത്തിൽ നിങ്ങളുടെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഫഖാല അലിയുൻ, അദ്ദേഹം പറയാണ്, എന്താണ് പറയുന്നത്? എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷതകൾ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ, നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരണം. നബി തങ്ങളപ്പോ പറഞ്ഞു കൊടുത്തു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ തവീലൻ വലാ ഖസീറാ, നബി തങ്ങൾ കൂടുതൽ പൊക്കമുള്ള ആളല്ല, തീരെ കുറിയ ആളുമല്ല, ഒത്ത നീളമുള്ള ആളായിരുന്നു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുദവ്വറർ റഅസി, നല്ല വട്ടമൊത്ത തലയുള്ള ആളായിരുന്നു. വാദിഹൽ ജബീൽ, നെറ്റിത്തടം നല്ല വീതിയുള്ള ആളായിരുന്നു. അത് അജൽ ഐനൈൻ, കണ്ണ് നല്ല കറുത്ത കണ്ണ്, വിശാലമായ കണ്ണ്, കറുത്ത കണ്ണുള്ള ആളായിരുന്നു. അസജ്ജൽ ഹാജിബൈൽ, നേരിയ കണ്ണിന്റെ പുരികമുള്ള ആളായിരുന്നു. ഇദാ ലഹിക ഖറജൻ നൂറു മിൻ സനായാ, അവിടുന്ന് ചിരിച്ചാൽ, പുഞ്ചിരിച്ചാൽ അവിടുത്തെ പല്ലിന്റെ ഉള്ളിലൂടെ പ്രകാശം പുറത്തു വരും. അവിടുന്ന് അതാ നല്ല നെഞ്ഞില് രോമമുള്ള ആളായിരുന്നു. കൈപ്പട നല്ല വിശാലതയുള്ള ആളായിരുന്നു. കാല് നന്നായി പതിഞ്ഞു കൊള്ളുന്ന ആളായിരുന്നു. വളരെ ഭംഗിയായി നടക്കുന്ന ആളായിരുന്നു. ബൈന കതിഫൈ ഖാതമുൻ നുബുവ്വ, അവിടുത്തെ ചുമലിൽ നുബുവ്വത്തിന്റെ ഒരു അടയാളം ഉണ്ടായിരുന്നു. ഇത്രയും അലി റളിയല്ലാഹു അൻഹു വിവരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, സദഖത യാ അലി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അലിയേ. ഹകദാ നഅതുഹു ഫി തൗറാ, അല്ലാഹു ഇറക്കിയ തൗറാത്തിൽ ഇങ്ങനെ തന്നെയാണ് ആ നബിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഹൽ ബഖിയ മിൻഹു സൗബുൻ അശുമ്മുഹു, എനിക്കൊന്ന് മണക്കാൻ, എനിക്കൊന്ന് ചുംബിക്കാൻ അവിടുത്തെ ഒരു വസ്ത്രം കിട്ടുമോ, ഒരു കുപ്പായം കിട്ടുമോ? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നഅം, അതെ, അവിടുത്തെ വസ്ത്രം നിനക്ക് മണക്കാൻ തരാം. ഇദ്ഹബ് യാ സൽമാൻ, സൽമാനെ ഇലാ ഫാത്തിമ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് പോയിക്കോളൂ. അദ്ദേഹത്തോട്, അതേ മഹദിയോട് പറയൂ, ഇബഅസി ഇലയ്യ ജുബ്ബത അബീക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നിങ്ങളെ ബാപ്പയുടെ ജുബ്ബ ഒന്നെനിക്ക് കൊടുത്തേക്കാൻ പറയൂ. സൽമാൻ റളിയല്ലാഹു അൻഹു പോകുന്നു. ഫാത്തിമ ബീവിയുടെ വാതിലിന് പോയി മുട്ടുന്നു. യാ ബാബ ഫഖറിൽ അംബിയാ, സർവ അംബിയാക്കൾക്കും അഭിമാനമായ
നബിയുടെ വാതിൽക്കൽ ചെന്ന് വിളിക്കുകയാണ്. ആ ഫഖറുൽ അംബിയായ നബിയുടെ വാതിലെ അഥവാ വാതിലിൻ്റെ അപ്പുറത്തുള്ളവരെ, വയാ ബാബ സൈനിൽ ഔലിയാ, മുഴുവൻ ഔലിയാക്കൾക്കും ഭംഗിയായ വ്യക്തിയുടെ വീട്ടിൻ്റെ വാതിൽക്കലുള്ളവരെ, വൽ ഹസൻ വൽ ഹുസൈനു യബ്കിയാൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ കരയുകയാണ്. فقرع الباب فقالت فاطمة من يقرع باب اليتامى. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, യതീമുകളുടെ അനാഥകളുടെ വാതിലിന് മുട്ടുന്നതാരാണ്? സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന സൽമാൻ, ഞാൻ സൽമാനാണ്. فأخبرها بما قال علي, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വിവരം മഹദിയോട് പറഞ്ഞു. ഫബക്കത്ത് ഫാത്തിമ, ഫാത്തിമ ബീവി അതാ വിങ്ങിപ്പൊട്ടി കരഞ്ഞു. എന്നിട്ട് ചോദിച്ചു, മനില്ലദീ യൽബിസു ജുബ്ബത അബീ, എൻ്റെ ബാപ്പയുടെ ജുബ്ബ ധരിക്കുന്നവൻ ആരാണ്? എൻ്റെ ബാപ്പയുടെ ജുബ്ബക്കല്ലേ ആവശ്യപ്പെട്ട്, ആരാണ് ധരിക്കാൻ പോകുന്നത്? അപ്പോൾ ഈ യഹൂദി വന്നതും സംസാരിച്ചതും മണക്കാൻ വേണ്ടി ചോദിച്ചതും എല്ലാം വിവരിച്ചു കൊടുത്തപ്പോൾ അവിടുത്തെ ജുബ്ബയെടുത്ത് മഹദി കൊടുത്തു. ജുബ്ബ നോക്കുമ്പോൾ വഖദ് ഖീറത് മിൻഹാ സബൂ മവാദിയ ബില്ലൈഫ്, 7 സ്ഥലത്ത് പാന്തോം കൊണ്ട് തുന്നിയിട്ടുണ്ട്. ലോകത്തിന്റെ മുഴുവനും നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് അവശേഷിപ്പിച്ചു വെച്ച ജുബ്ബ പാന്തം കൊണ്ട് 7 സ്ഥലത്ത് തുന്നിയിട്ടുണ്ട്. അവിടുന്ന് ഈ ഭൂമി ലോകത്തുള്ള ആഡംബരങ്ങളല്ല, ഈ ലോകത്തുള്ള ഏതെങ്കിലും കാര്യലാഭങ്ങളല്ല ചിന്തിച്ചത്. അവിടുത്തെ ചിന്ത മുഴുവനും അവിടുത്തെ ഉമ്മത്ത് രക്ഷപ്പെടണമെന്നാണ്, സമൂഹം നന്നാകണമെന്നാണ്. അവിടുത്തെ പ്രവർത്തനം മുഴുവനും അതിനു വേണ്ടിയാണ്, അവിടുത്തെ ത്യാഗം മുഴുവനും അതിനു വേണ്ടിയാണ്. ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുഅ്മിനേ, ആ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന സഹോദരി, ഹബീബുമായി അടുക്കാറുള്ള ഏറ്റവും വലിയ സൽക്കർമ്മം സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ്. ഓരോ ദിവസവും ഇത്ര സ്വലാത്ത് ഞാൻ ചൊല്ലുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം വയത് പിരിഞ്ഞ് പോകാൻ. അതിനവസരം കാണണം. അത് നമുക്ക് ഏറ്റവും വലിയ സമ്പാദ്യമാണ്.